ഹലോ, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈവനിങ് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എഗ്ഗ് പക്കോട എന്നാണ് പേര്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പക്കോട എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ എഗ്ഗ് പക്കോട ആരും അങ്ങനെ കഴിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാനിവിടെ 3 വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 3 പച്ചമുളകും ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ്. അതേപോലെ തന്നെ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. പിന്നെ നമ്മൾ പക്കവട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരുപാട് കറിവേപ്പിലൊക്കെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. കൈകൊണ്ട് തന്നെ നല്ലോണം നിങ്ങൾ തിരുമ്മി കൊടുത്താൽ മതി. തിരുമ്മുന്നതിനനുസരിച്ച് ഈ ഉള്ളിയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങും. പിന്നെ ഉള്ളി നല്ലോണം ഒന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകും മുളകും പൊടിയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ കൈ നീറിന്ന് വരും. വേണമെന്നുള്ളവർക്ക് സ്പൂൺ ഉപയോഗിക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിച്ചപ്പ് കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. വേണമെന്നുള്ളവർക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. നല്ലോണം ഒന്ന് പൊള്ളച്ച് വരാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ. കുറച്ചുകൂടെ കടലമാവ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി. ഇനി ഇതിലോട്ട് ഒരു 3 മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പക്കവടൻ്റെ ഹൈലൈറ്റ്. മുട്ട പുഴുങ്ങിയിട്ടാണ് ചേർക്കുന്നത്, പച്ചമുട്ട അല്ല. ഇതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, മെല്ലെ മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മുട്ട വല്ലാണ്ട് ഉടഞ്ഞു പോവും. ഞാൻ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലോട്ട് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് കൊടുത്താൽ മതി, വല്ലാണ്ട് വലിയ സൈസ് വേണ്ട. പിന്നെ ഓരോ ബോൾസ് എടുക്കുമ്പോൾ അതിൽ മുട്ട ഉണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക, ഒന്ന് നോക്കിയെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ പക്കവടക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത്. അങ്ങനെ വേണ്ടാത്തവർക്ക് സാധാ മുളക് പൊടിയും ചേർക്കാം. ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പക്കവട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് റെഡി ആയതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ അവസാനത്തെ ട്രിപ്പ് ഇടുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പില കൂടെ എണ്ണയിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും വരും. പിന്നെ നമുക്ക് ഗാർണിഷിങ്ങിനും കൂടി വേണ്ടിയിട്ടാണ്.
എല്ലാ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ ഉള്ളിലിരുന്ന് നല്ല ചൂടുള്ള പക്കവടയും ഒരു ഗ്ലാസ് ചായയും കൂടെ കുടിക്കുന്ന വൈബ് ഉണ്ടല്ലോ, അത് വേറെ എവിടെയും കിട്ടില്ല കേട്ടോ. അപ്പം ഇനി മഴ ഇല്ലയെന്ന് വെച്ചിട്ട് നിങ്ങളാരും ഉണ്ടാക്കാതിരിക്കണ്ട. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.